Hi children, in the previous class we studied about the main parts of a flower. So you are familiar with gynoecium and androecium. Am I right? Now we can go through the structure of gynoecium and androecium. First, gynoecium. We know it is a female reproductive part of a flower. It has three main parts: stigma, style and ovary. Stigma is the tip of the gynoecium and it is sticky in nature to keep the pollen grains in it. അതായത് ഗൈനീഷ്യത്തിൽ 3 പ്രധാന ഭാഗങ്ങളുണ്ട്. അതിൻ്റെ ടിപ്പിൽ വരുന്ന ഭാഗമാണ് സ്റ്റിഗ്മ. അതിന് ഒട്ടിപ്പിടിക്കുന്ന ഒരുതരം സ്വഭാവമുണ്ട്. കാരണം പോളൻ ഗ്രെയിൻസ് അതിൽ പറ്റിപ്പിടിക്കാനായിട്ടാണ്. നെക്സ്റ്റ് കണ്ടിന്യൂ വിത്ത് സ്റ്റൈൽ. ദാറ്റ്സ് എ സ്റ്റാർ. ഒരു നീളത്തിലുള്ള ഒരു തണ്ട് കാണും, അതാണ് സ്റ്റൈൽ. ദെൻ ലാസ്റ്റ് ദ ബേസൽ പോർഷൻ ഇസ് ദ എൻലാർജ്ഡ് വൺ ആൻഡ് ഇറ്റ് ഇസ് ദ ഓവറി. ദിസ് ഓവറി മേ കണ്ടെയ്ൻ 1 or more ovules or eggs. സ്റ്റൈലിനെ തുടർന്ന് ലാസ്റ്റ് തടിച്ച ഒരു ഭാഗം കാണും, അതാണ് ഓവറി. ഓവറിയിൽ ഒന്നോ അതിൽ കൂടുതലോ ഓവ്യൂൾസ് ഓർ എഗ്സ് അണ്ഡകോശങ്ങൾ കാണും. ദേ ആർ ദ ഫീമെയിൽ ഗാമീറ്റ്സ്. വൺസ് മോർ, ഗൈനീഷ്യത്തിന് 3 പാർട്ടുണ്ട്: സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ പോളൻ ഗ്രെയിൻസിനെ പറ്റിപ്പിടിപ്പിക്കുന്ന ഭാഗമാണ്. ഒട്ടിപ്പിടിക്കുന്ന ഒരുതരം സ്വഭാവമുണ്ട്. അതിനെ തുടർന്ന് നീളത്തിലൊരു സ്റ്റൈലുണ്ട്. ദി സ്റ്റൈൽ പൂവിൽ നിന്നും സ്റ്റിഗ്മയെ ഒന്ന് അകറ്റി നിർത്തുന്നു. ദെൻ ലാസ്റ്റ് വൺ ഓവറി. ഓവറിക്കുള്ളിൽ ഒന്നോ അതിൽ കൂടുതലോ ഫീമെയിൽ ഗാമീറ്റ്സ്, ദാറ്റ്സ് ഓവ്യൂൾസ് കാണാൻ കഴിയും. ആൻഡ് നെക്സ്റ്റ് വൺ ആൻഡ്രീഷ്യം. Androecium has 2 parts. Androecium is otherwise known as stamen. This stamen contains 2 parts, anther and filament. Anther contains pollen grains. പൂവിൻ്റെ മെയിൻ റീപ്രൊഡക്റ്റീവ് പാർട്ടാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിന് 2 ഭാഗങ്ങളുണ്ട്: ഫിലമെൻറ്റും ആന്തർ. ആന്തറിനുള്ളിൽ പോളൻ ഗ്രെയിൻസ് ഓർ പോളൻസ് പറ്റിപ്പിടിച്ചിരിക്കും. ലുക്ക് ഹിയർ, ഇൻ ദിസ് ഫ്ലവർ ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഇസ് പ്രസൻറ്റ്. ബട്ട് ഇൻ സം ഫ്ലവേഴ്സ് എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ഇസ് പ്രസൻറ്റ്. അതായത് നമ്മൾ നേരത്തെ കണ്ട ചെമ്പരത്തി പൂവിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും മെയിൽ പാർട്ടും ഫീമെയിൽ പാർട്ടും അതിനുള്ളിലുണ്ട്. പക്ഷേ ചില പൂക്കളിൽ ആൻഡ്രീഷ്യം അല്ലെങ്കിൽ ഗൈനീഷ്യം ഏതെങ്കിലും ഒരു റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ കാണുള്ളൂ. ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ നോൺ ആസ് യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. ദാറ്റ് ഈസ് ദ ഫ്ലവേഴ്സ് which are either androecium or gynoecium contain is known as unisexual flowers. But if the flowers have both androecium and gynoecium, they are known as bisexual flowers. ചില പൂക്കളിൽ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഉണ്ടാവും. അവയെ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് എന്നാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഓൾ ദ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്. കൂടുതൽ ചെടികളും ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ ദിസ് യൂണിസെക്ഷൽ ഫ്ലവർ, ഇഫ് ഇറ്റ് കണ്ടെയ്ൻ ഓർ ഇറ്റ് ഹാസ് ആൻഡ്രീഷ്യം ഓൺലി, ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ നോൺ ആസ് മെയിൽ ഫ്ലവർ. അതായത് ഒരു പൂവിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ ഉള്ളൂ എങ്കിൽ അവയെ നമുക്ക് മെയിൽ ഫ്ലവർ, ആൺപൂവ് എന്ന് പറയാം. ഇഫ് ദ ഫ്ലവർ ഹാസ് ഓൺലി ഗൈനീഷ്യം ഓർ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്, ദിസ് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ നോൺ ആസ് ഫീമെയിൽ ഫ്ലവർ. അതായത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായ ഗൈനീഷ്യം മാത്രമേ അതിലുള്ളൂ എങ്കിൽ നമുക്കതിനെ പെൺപൂവ് എന്ന് പറയാം. എക്സാമ്പിൾ: കുക്കുംബർ, ബീറ്റ്റൂട്ട്, വാട്ടർമെലൺ, പപ്പായ എക്സെട്ര. നിങ്ങൾ വീട്ടിൽ ശ്രദ്ധിച്ചാൽ അറിയാം, പാവല്, കടവലം തുടങ്ങിയ ചെടികളിലൊക്കെ മെയിൽ ഫ്ലവർ ഫീമെയിൽ ഫ്ലവറും സെപ്പറേറ്റ് ഉണ്ട്. ഫീമെയിൽ ഫ്ലവർ കാണുമ്പോൾ നമുക്കറിയാം തലാമസ് ബേസൽ പോർഷൻ എൻലാർജ്ഡ് ആയിരിക്കും, ചെവിയത്ത് കാണും. ഈ ഫ്ലവർ ഫീമെയിൽ ഫ്ലവറാണ് ഫ്രൂട്ടായി മാറുക.
മെയിൽ ഫ്ലവർ കൊഴിഞ്ഞു പോകും. ലേഡീസ് ഫിംഗർ, റോസ്, ഇക്സോറ ഇതൊക്കെ ബൈസെക്ഷൽ ഫ്ലവേഴ്സാണ്. തെച്ചിയും മുല്ലയും ഒക്കെ ആൻറ്റിഷ്യൂ, ഗൈനീഷ്യൂ അതിനുള്ളിൽ തന്നെയുണ്ട്. Likewise, in some trees there are only male flowers or female flowers. അതായത് ചില മരങ്ങൾ തന്നെ ഉണ്ട് സെപ്പറേറ്റ്. They produce only the flowers having male reproductive organs and another one produce only female reproductive organs with flowers. ചില മരങ്ങൾ അവരുണ്ടാകുന്ന പൂക്കളിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് മാത്രമേ കാണുള്ളൂ. That type of trees are known as male plant, and the trees that produce flowers having gynoecium are known as female trees. ആൺമരവും പെൺമരവും സെപ്പറേറ്റ് ആയിട്ടും നമുക്ക് ചുറ്റുമുണ്ട്. അതിന് എക്സാമ്പിൾ ഉണ്ട്, നമ്മൾ കുടപ്പുളി എന്ന് പറയുന്നത്. കുടപ്പുളി, ദെൻ കുടപ്പന, ജാതി, ഇതൊക്കെ ആൺമരവും പെൺമരവും സെപ്പറേറ്റ് ആയിട്ടാണ്. Okay.